അവിടെ വെച്ചാണ് ഞാൻ തിക്കൊടിയനെ പരിചയപ്പെട്ടത്. ഓൾ ഇന്ത്യ റേഡിയോന്റെ അന്ന് പ്രൊഡ്യൂസറായിട്ട് വരുന്ന തിക്കൊടിയാണ്, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന തിക്കൊടിയാണ്. ആ സമയത്താണ് ചില നാടക മത്സരം വന്ന് നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ടീം പോയപ്പോൾ ഞാൻ ഗോപാലകൃഷ്ണനൊക്കെ ഉണ്ട്. ആ പോയപ്പോൾ അന്ന് ജഡ്ജായിട്ടിരിക്കുന്ന ഒരാള് തിക്കൊടിയാണ്. അപ്പൊ ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഓൾ ഇന്ത്യ റേഡിയോ നാടകത്തിൽ അഭിനയിക്കുന്നത് പുള്ളി എന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ജി അരവിന്ദൻ ഉത്തരായനം എന്ന സിനിമ ചെയ്യാൻ വേണ്ടി വരുന്നത്. അതിന്റെ സ്ക്രിപ്റ്റ് തിക്കൊടിയനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അരവിന്ദന്റെ പുതിയ ആൾക്കാരുകൾ ഒരു ദിവസം എനിക്ക് ഫോൺ വരും, എടാ നിനക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ ഫോണൊക്കെ ചുമ്മാ വാദമായിട്ടില്ല. ഞാൻ വിചാരിച്ച എന്നെ കളിപ്പിക്കാൻ വേണ്ടി കൂട്ടുകാരെ വിളിച്ചോണ്ടിരിക്കണമെന്ന് ചോദിച്ചു. എനിക്കത് മനസ്സിലായി. എടാ എല്ലാം ഞാൻ തിക്കൊടിയൻ തന്നെയാണ്, ആ സിനിമയിൽ അഭിനയിക്കുന്നതാണ്. പിറ്റേ ദിവസം ചെന്നു അങ്ങനെ അഭിനയിച്ച സിനിമയാണ് ഉത്തരായനം എന്ന സിനിമ. ഉത്തരായനം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന എന്ന് വെച്ചാൽ നസീർ സാറിന്റെ നസീർ സാറ് പോകുന്നു, നസീർ പോകുന്നതുകൊണ്ട് പിന്നാലെ ആകുന്ന എന്നെ ആർക്കും മനസ്സിലായില്ല, ആരും തിരിച്ചറിഞ്ഞില്ല, ആരും കൊണ്ടുവന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ സ്വസിദ്ധമായ ഒരു വാശിയുണ്ടല്ലോ, നിങ്ങൾക്ക് മൊത്തത്തിലുള്ള സംഗതി വാശി. ആ വാശിക്ക് വേണ്ടിയിട്ട് ആരും വിളിക്കാതെ സിനിമ മലയാളിച്ചിരിക്കുന്ന കാലത്താണ് ഞാൻ ഗോപാലകൃഷ്ണൻ ചോദിച്ചു, ഗോപാലകൃഷ്ണ ഈ സിനിമ എങ്ങനെ എടുക്കുക, എന്താ എൻ്റെ പണി ചോദിച്ചു. ഗോപാലകൃഷ്ണൻ എനിക്ക് ഡയറക്ടർ അറിയാം, നമുക്ക് ആളെ പോയി കാണാം. അങ്ങനെയാണ് AN തമ്പി എന്ന് പറഞ്ഞ പഴയൊരു ഡയറക്ടർ അങ്ങനെ പോയി കണ്ടു. അങ്ങനെ പാദസരം എന്ന് പറഞ്ഞ സിനിമ വരുന്നത് അങ്ങനെയാണ്. പാദസരം സിനിമ വന്നപ്പോൾ എന്താ വെച്ചാൽ അത് റിലീസ് ചെയ്യുന്ന സമയത്ത് ബന്ധനം എന്ന് പറയുന്ന MTL സിനിമ ഇന്ന് തൊട്ടപ്പുറത്തുള്ളുണ്ട്. അത്തരത്തിൽ കുറച്ച് വ്യത്യസ്തമായ സിനിമ കണ്ട ആൾക്കാർ മുഴുവൻ ബന്ധനം കാണാൻ പോയി, എൻ്റെ സിനിമ കാണണമെന്നില്ല, സിനിമ പൊട്ടി കാശ് പോയി. എന്നാലും പിന്നെ എനിക്കൊരു ഉറപ്പുണ്ടായെന്ന് വെച്ചാൽ എനിക്ക് ഒരു ആർട്ടിസ്റ്റ് ആവാൻ കഴിയുമെന്നൊരു ഉറപ്പ് സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നൊരു ഉറപ്പ് എനിക്കുണ്ടായി. അതുകൊണ്ട് വീണ്ടും ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു. അതാണ് കവർ സിനിമയാണ്, മറ്റു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചോരാ ചുവന്നുകര. ചോരാ ചുവന്നുകര എടുത്തു കഴിഞ്ഞപ്പം എന്നെ സംബന്ധിച്ച് അത്യാവശ്യം പോസ്റ്റർ ഒട്ടിച്ചതും ഒക്കെ ഞങ്ങൾ കാണാൻ കുറച്ച് ആൾക്കാർ പറയുന്നത്. പാദസരത്തിന്റെ രസം എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാഫ് അടക്കം അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ജീവഭാഷ എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ് വാടകയ്ക്കിട്ട് ചോരാജ് വന്നേരം അതും വേണ്ടത്തിലായില്ല. അപ്പോൾ ഈ കമേഴ്ഷ്യൽ മൂവി വേണമെന്നുള്ളത് എനിക്ക് കാശ് പോയ കാശ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ശാകര എന്ന് പറഞ്ഞ സിനിമ PG വിശ്വകൻ ഡയറക്ട് ചെയ്തത്. അതിലാണ് ഞാൻ വില്ലൻ ക്യാരക്ടർ സ്വയം വില്ലനായി തന്നെയാണ്. അതിൽ നിന്നാണ് ജയന്റെ കയ്യിൽ നിന്ന് ഒരു സിനിമ അഭിനയിച്ചെങ്കിൽ ആദ്യത്തെ ഷോട്ടിൽ എനിക്ക് കിട്ടി മൂക്കില് ചോരയൊക്കെ ഉണ്ടായില്ലാത്ത. അപ്പൊ ചോര കണ്ടാൽ നല്ലതെന്നുള്ള പറയാം, അത് നന്നായി കുഴപ്പമില്ല. ഈ ചോര ജയനിന്ന് ഒപ്പിക്കറിഞ്ഞ് കഴിഞ്ഞ സമയത്താണ് ഭർത്താവ് അഭിനയിക്കാൻ വേണ്ടി എൻ്റെ ഭാര്യ മറ്റേ ആശുപത്രിയിൽ നിന്ന് മുങ്ങിയിട്ട് വരുന്നത് കാണുന്നത്. ഭർത്താവിൻ്റെ കിടക്കുന്നു, ജയനിങ്ങനെ ചോര ഒപ്പിച്ചാണ്. അതാണ് ചാകര. ആ ചാകരയിലാണ് എനിക്ക് കിട്ടിയ പേര് അലവലാതി ഷാജി എന്നുള്ള പേരാണ്. ഈ അലവലാതി ഷാജി എന്ന് ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ അലവലാതി ഷാജി. നാടകത്തില് പ്രൊഫസർ എന്ന് പറഞ്ഞ നാടകം, മറ്റേ സമുദായം എന്ന് പറഞ്ഞ നാടകം. ആ കാലത്ത് ഒരുപാട് പേര് എന്നെ പ്രൊഫസർ വലിയ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മറ്റേ എൻ്റെ ഒരു പലപ്പോഴും എന്ന് വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആലോചിക്കുന്ന വെച്ചാൽ ആ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് അകത്ത് വന്നപ്പോൾ പ്രേംജി കരഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ആദ്യത്തെ നാടകം എനിക്ക് അവാർഡാണ് ഞാൻ കണ്ടാക്കുന്നത് തന്നെയാണ്. അത് കാരണം ഞാനൊരു മറ്റൊരു ആബ്സെന്റ് മൈൻഡഡ് പ്രൊഫസറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ലല്ലേ. അപ്പൊ ആ നാടകത്തിലൂടെ വന്നിട്ടാണ് എനിക്ക് ഈ സമ്മാനങ്ങൾ മുഴുവൻ കിട്ടിയിട്ടുള്ള നാടകമായിട്ട് പിന്നെ സിനിമയിൽ വരാനുള്ള കാരണമാണ് ഉത്താരം. ഞാൻ മറ്റേ ഇത് കഴിഞ്ഞ സമയത്ത് സീനെ ഉപദ്രവിക്കാൻ നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ജയം വേണ്ടിയിട്ട് കിട്ടി, അതുകൊണ്ട് ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞോടുകൂടി എന്തുണ്ടാകുന്നാൽ കൊടുമുടികൾ എന്ന് പറഞ്ഞ സിനിമയിൽ വന്നപ്പോഴാണ് നിങ്ങളിവിടെ കണ്ട ഒരു സീനിട്ട് ഒരു സ്ത്രീ ഞാനൊരു സംസാരിക്കുന്നുണ്ടല്ലോ. അത് അന്നത്തെ ഒരു സെക്സ് ബോംബ് എന്ന് പറയപ്പെടുന്ന ലേഡിയാണ് അതിൻ്റെ ആക്ട്രസ്. അവിടെയാണ് ബലാത്സംഗം തുടങ്ങുന്നതാണ്.
അപ്പൊ എന്റെ കയ്യും കാലൊക്കെ മറക്കാൻ തുടങ്ങി. ഞാനിവരെ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇതിന് മുമ്പിൽ നിന്നപ്പോ കയ്യും കാലും മറക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ സാർ ഭയപ്പെടാനുള്ള അങ്കപ്പൊടി ഇങ്കപ്പൊടി അങ്കപ്പൊടി അവനാണ് ആദ്യത്തെ. പിന്നെ തിരുനോക്കി വന്നിരിക്കുക. അത് തരണ്ട മടിയാണ്. പിന്നെ മാത്രമല്ല ഈ പാവക്കുറവിലൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന കുട്ടി എന്ന് പറഞ്ഞാൽ മാധുരി എന്ന് പറഞ്ഞ കുട്ടിയാണ്. തെലുങ്ക് കുട്ടി. ആദ്യ കുട്ടി സിനിമ നല്ല ഒരു വിധം വിജയമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി കുറെ സിനിമ കിട്ടാൻ തുടങ്ങി. അപ്പോ ഒരുപാട് അന്ധവിശ്വാസമുള്ള സ്ഥലമാണ് ഈ സിനിമ ആ കാലത്തൊക്കെ ഞാൻ പറയുന്നത്. അപ്പൊ ആ കുട്ടി കുറെ സിനിമകൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ കുറെ സീനുകൾ ഉണ്ടായിട്ടത്. അപ്പോ പിന്നീട് വരുന്ന ഈ തെലുങ്ക് കുട്ടികളൊക്കെ വരുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് ചോദിക്കും, സാർ എപ്പോഴും നമ്മ രവി സാർ കൂടെ ഒരു ബെഡ്റൂം സീൻ കൊടുക്കുക സാർ. കാരണം എന്റെ കൂടെ ബെഡ്റൂം സീൻ അഭിനയിച്ചുകൊണ്ടാണ് ഇവര് മേലോട്ട് കയറി വന്നതെന്ന് അങ്ങനൊരു വിശ്വാസമാണ് എൻ്റെ അത്. അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. ഇതുകൊണ്ട് ഇറങ്ങി വരുമ്പോഴാണ് പറങ്കിമലിക്ക് വിളിക്കുന്നത്. ആ പറങ്കിമലിക്ക് വിളിക്കുമ്പോൾ വിശേഷം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പുതിയ വീടൊക്കെ പണി തിരിച്ച് അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഇന്ത്യയിലൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്താണ് വിളിയാക്കും. ഞാൻ എൻ്റെ വൈകിട്ട് വർഷം കഴിയുമ്പോൾ ഞാൻ എന്നെ ഭാരതം വിളിച്ചിട്ടുണ്ട്. പക്ഷെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടുത്തെ കാര്യങ്ങൾ അയ്യോ ഭാരതം വിളിച്ചാൽ പോകണ്ടോ. എനിക്ക് ഇവിടെ കിട്ടിയ സിനിമ എന്നെ നിർബന്ധിച്ച സിനിമയ്ക്ക് വിട്ട എൻ്റെ ഭാര്യ അവരില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സങ്കടം. 12 വയസ്സാണ് സമയത്ത് എനിക്കത് വയസ്സ്. അതുകൊട്ടെ അത് കഴിഞ്ഞ് ഇനി അവിടുന്ന് തുടങ്ങിയതാണ് സിനിമയെ സംബന്ധിച്ച്. ഒരുപാട് സിനിമകൾ ഇതുപോലത്തെ സിനിമകൾ ചെയ്തു. അതിൻ്റെ ഇടയ്ക്കും പല സിനിമകൾ മറ്റേ ഉണ്ണികൃഷ്ണന്റെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഞാനിവിടെ സിനിമ കണ്ട സീനുണ്ടല്ലോ, അത് എന്താണ് കൃത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടാവില്ല. ഉണ്ണികൃഷ്ണൻ മരിച്ചിട്ടുള്ള പ്രേതമാണ് വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ തമാശ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ കഴുത്ത് പിടിച്ച് ഞെക്കുമ്പോ രാത്രി എന്റെ കൂടെ കിടക്കണ എന്റെ ഭാര്യയായിട്ടുള്ള മറ്റേ സൂര്യയുടെ കഴുത്തിലാണ് ഈ ഞെക്കണത്. അവൾ ഒറ്റ അടി ചവിട്ട് തന്നിട്ട് പിന്നെ എന്നെ ചൂല് വെച്ച് അടിച്ച് പുറത്തേക്കാക്കുന്ന സീൻ. അങ്ങനെ അങ്ങനത്തെ ഒരു കോമഡി ക്യാരക്ടേഴ്സൊക്കെ ഞാൻ പണി ചെയ്തിട്ടുണ്ട്. പക്ഷെ അധികം ഇതായതുകൊണ്ടും അന്ന് ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ ഈ പണി ചെയ്യുന്നതായതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോഴും ഓർമ്മ തന്നെ. പിന്നെന്തോ അതേ സമയത്ത് ഞാനിപ്പോൾ പറയേണ്ടത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് എന്നെ തിരിച്ചു വന്ന് എനിക്ക് ഈ സീനിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ട സമയത്താണ് എനിക്ക് ദേവസ്വം ബോർഡിലേക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടാണ് ചാൻസ്. മുഖം കണ്ടപ്പോൾ എനിക്കത് പറഞ്ഞു തോന്നി. അദ്ദേഹത്തിന്റെ ഒരു പരിപാടി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ചെന്നപ്പോൾ എനിക്കറിയാം ഞാൻ എൻ്റെ ശേഷമുള്ള അനുഭവം ചോദിച്ചിരുന്നത് ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വിളിക്കുന്നത് ഞാൻ പോയാലെന്താണെന്ന് ചോദിച്ചപ്പോൾ അപകടം പിടിച്ച സ്ഥലമാണ്, സൂക്ഷിച്ചു പോയിക്കോ, ചെയ്യുന്ന കാര്യത്തെ സൂക്ഷിച്ച് ചെയ്താണെന്ന് അങ്ങനെയാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെ തസ്തികകളുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വിജിലൻസ് ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ചെല്ലുമ്പോൾ ആ ഉണ്ടവിടെ എനിക്കൊരു പിടിയില്ല. കുറച്ചധികം താമസിക്കാത്ത ഉപയോഗിച്ചു. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ ഒരു FAO ഫൈനാൻസ് ഓഫീസർ മിസ്റ്റർ കൃഷ്ണനുണ്ട്, അവിടുത്തെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ആൾക്കാരൊക്കെ അവരെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് ഞാൻ ചോദിച്ചു എനിക്ക് നാളെ ഇവിടേക്ക് വിജിലൻസ് ഓഫീസറായിട്ട് കിട്ടിയൊക്കെ വന്ന് പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് നാളുകളായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു പേരുണ്ട് സുബ്രഹ്മണ്യം. കാരണം ആ കാലത്ത് നമുക്കറിയുന്ന അവരറിയുന്ന ആൾക്കാരിൽ വെച്ചിട്ട് സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ എന്ന് നിലയ്ക്കാണ് അദ്ദേഹത്തിന് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹം റിട്ടയർഡ് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് നമുക്ക് കിട്ടുമെന്ന് അറിഞ്ഞാൽ തിരക്കില്ല. അപ്പൊ അവർ പറഞ്ഞാൽ ആദ്യം പറഞ്ഞേ അദ്ദേഹം വരില്ല എന്നില്ല. എന്താണെന്ന് ചോദിച്ചു ഇവിടെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് പറ്റിയ പണി ഉണ്ടത് ഈ ദിവസം കൂടുതൽ വിട്ട് പോയാണ്. അത് ചില പറഞ്ഞല്ല നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ പോയി അദ്ദേഹത്തോട് പോയി റിക്വസ്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, പിന്നെ രവി സാർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടാണ് ഇപ്പോഴും സാർ ഞാൻ രവി സാറിനെ സാറെന്ന് വെച്ചാൽ ഇപ്പോഴേ രവി സാറിനാണ് അദ്ദേഹം വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല. രവി സാറ് ബന്ധപ്പെട്ട് പറഞ്ഞത് ഇന്ന കാരണം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കും അവിടെ എന്ന് ചോദിച്ചത്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് അദ്ദേഹത്തിന് ആവശ്യം തന്നുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ട് അതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം സമ്മതിച്ചു. മാത്രമല്ല, ഈ 2 കൊല്ലം കൊച്ചിൻ ദേവസ്വം ബോർഡില് അവിടുന്ന് ഇറങ്ങി പോരുമ്പോൾ അപകടമില്ലാതെ ഞാൻ ഇറങ്ങി പോരാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ആൾ ഈ സുബ്രഹ്മണ്യ സാർ എന്നതാണ്. ദയവായിട്ട് സുബ്രഹ്മണ്യ സാറിനെ എഴുതി കൊണ്ട് കാണിക്കുന്ന ആളായിരുന്നു. അതായത് ഈ ഒരു വാക്ക് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ യാതൊരു അപകടമില്ലാതെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ എന്നെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അദ്ദേഹം. ഞാൻ പറഞ്ഞ ദേവസ്വം ബോർഡിൽ തന്നെ പോരാൻ എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹം എനിക്ക് 100 തിരുവോണം മറ്റേ റെസീറ്റുകൾ കൊണ്ടു തന്നെ എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ആണ് ഇന്നത്. എന്താ അറിയോ, ഈ മേലെ ഒരു പേര് അത് നിസ്സാര കാശയും അത് മറ്റേ വലിയ കാശയും കാർബൺ മാറ്റിയിട്ട് വേറെ എഴുതി വെക്കും. അത് നിസ്സാര കാശിരിക്കും. കാരണം ആദ്യം എനിക്ക് കൊണ്ടുവന്നത് ഒരുപാട് കഷ്ടപ്പെട്ട അതാണ് ദേവസ്വം ബോർഡിൽ എന്നെ സഹായിച്ച ഒരാളുകളായിട്ട് മറ്റൊരു മേഖലയിൽ അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി ദൈവവും ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ അധികം സംസാരിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ സംസാരിച്ച് ഒരുപാട് സംസാരിക്കേണ്ടാവും. അതുകൊണ്ട് ഇതിൽ പറഞ്ഞതെന്താ വെച്ചാൽ എന്നോട് 15 മിനിറ്റ് സമയം തന്നത് അനുവദിച്ച് നിന്ന് വർഗീസ്. പക്ഷെ ഇവിടെ സംസാരിച്ച ആൾക്കാർക്ക് അതിനും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രാവണി ഞാനതിനെ കുറച്ചും കൂടെ സംസാരിക്കാൻ തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്തുന്നതിന് മുമ്പ് എനിക്ക് ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സാരദ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത്. സന്തോഷിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അജയൻ, ജോഷി, സത്യപ്രഭൻ ഒക്കെ ഞങ്ങളുടെ ഈ പഴയ ഗ്ലാഡിയേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലാഡിയേറ്റേഴ്സിൽ പെട്ട ആൾക്കാരാണ്. 7 അപ്പോൾ അവരൊക്കെ മുമ്പിൽ നിന്ന് ഈ അജയനാണെങ്കിൽ ഇതൊക്കെ ഈ എൻ്റെ സെക്രട്ടറി ആയി എവിടെയൊക്കെ നിന്നിട്ട് അവിടെയൊക്കെ സഹായിക്കും ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അവർ വീട്ടിലാണ് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പണ്ട് കാലത്ത് ഇങ്ങനെ ബാംഗ്ലൂരിലൊക്കെ ഇതിന് ശേഷം പാലക്കാടിന് ശേഷം കൊണ്ടുപോയി അതുവരെ ഞങ്ങൾ ഏറ്റി മുമ്പിലേക്ക് കയറ്റിക്കൊണ്ടുവന്ന് കാര്യങ്ങൾ സാധിപ്പിക്കാൻ പറ്റും. 2 ദിവസം പിന്നെ ഇനിയാണ് അജയനും കുടുംബവും കൂടി വീട്ടിൽ വന്നു. അപ്പോ അജയന്റെ കാര്യം എനിക്ക് അറിയാതിരിക്കാറില്ല. കാരണം അജയൻ കോളേജിന് മുമ്പ് ഞങ്ങൾ കുട്ടികളെ കൂടെ വിട്ടിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി അവന്റെ ഭാഗ്യം തന്നെയാണ്. ഭാഗ്യലക്ഷ്മി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മകളുണ്ട്. ഞാൻ എപ്പോഴും പറയാ, എടാ നിന്നെ മകളാണ്, പക്ഷെ എനിക്കിങ്ങനെ തന്നോളാം. എനിക്ക് ബുദ്ധിമുട്ടില്ല. അവൻ തന്നില്ല. അവൻ ഒരാഴ്ചയിലെ കൊടുത്ത് തന്നു. ഏതായാലും ആ മകളെ പോലുള്ള എൻ്റെ ആ കുട്ടി വന്നിട്ട് അവന്റെ മകള് എനിക്ക് തന്ന ഷർട്ടാണ്. ഞാൻ എന്റെ പാടൊന്നും നോക്കിയിട്ടില്ല. എന്റെ മോള് എനിക്ക് തന്ന ഷർട്ട് അതാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. ആ തന്ന ഷർട്ട് ആദ്യം 2 ഷർട്ട് ഉണ്ടായപ്പോൾ ഷർട്ട് എടുത്ത് ഇനി 2ാമത്തെ ഇവിടെ എടുക്കുന്നത് അവളോട് ചോദിച്ചിട്ട് വേണം എടുക്കാൻ. ഞാൻ ഏതായാലും ഞാൻ എൻ്റെ വർക്കിൽ നിൽക്കാതെ ഏതായാലും 100 നന്ദി നിങ്ങളൊക്കെ ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പഴയ ഓർമ്മകളിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റി. എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ അംഗീകാരം നൽകിയാണ് ഞാൻ നിങ്ങൾക്ക് കണക്കാക്കുന്നത്. സാറ് വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും വന്നതിന് സാറിൻ്റെ ബിസിനസ് മാഡത്തിനോട് ഒരുപാട് പ്രത്യേകിച്ച് നന്ദി.
ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിന് വന്ന് മാപ്പും പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം ഓർമ്മയുണ്ടോ? വേദനിപ്പിച്ചതുണ്ടോ മാപ്പ് പറഞ്ഞ പിന്നെ നോക്കേണ്ട കാര്യമില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറയാതെ പിന്നെ ഈ രവി എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസിനെ ക്ഷണിച്ച് മുഖ്യാതിഥിയായി ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോൾ അത് ഓർമ്മയില്ലാതെ പ്രിൻസിപ്പൽ എന്നെ കാണാൻ എൻ്റെ അനുവാദം വാങ്ങാൻ ആരുടെ വന്നിരിക്കുന്നത് ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചു. ബഹളം വെച്ചപ്പോൾ രംഗം പ്രക്ഷുബ്ധമായി. ഞാൻ ഓർത്തെടുത്ത് പറയുകയാണ്, പണ്ട് എന്നോട് എൻ്റെ കാണാനല്ലേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ ബഹളം വന്നു കഴിഞ്ഞപ്പോൾ രവിയെ ശാന്തനാക്കി പറഞ്ഞയച്ചത് ലക്ഷ്മൺ സാറാണ്. അവിടെ ബഹളം വേറെ പുതിയ ബഹളം ഉണ്ടാവണ്ട എന്ന് പറഞ്ഞ് അയച്ചിട്ട് ഈ പ്രിൻസിപ്പലിനെ ശരിക്കും കൈകാര്യം ചെയ്തു. അത് നിങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന പോലെയല്ല, വാക്കുകൾ കൊണ്ട് നന്നായി കൈകാര്യം ചെയ്തു. ഇറങ്ങിപ്പോയത് ആരാണെന്ന് അറിയാമോ? ഇതാണ് TG രവി എന്ന് പറയുന്ന നടൻ. നമ്മൾ ക്ഷണിച്ചിട്ട് വന്നതാണ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ TG രവിയെ മനസ്സിലാക്കാതെ പോയ അന്നത്തെ പ്രിൻസിപ്പൽ അദ്ദേഹത്തിന് നിങ്ങൾ സമ്മാനിച്ചിരുന്ന ഇരട്ടപ്പേരൊക്കെ എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ചെയ്തതന്നെ എന്ന് ലക്ഷ്മണ സാറിനോട് ആവശ്യപ്പെട്ടു. ലക്ഷ്മണ സാറ് TG രവിയോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. അത് തൽക്കാലം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മനോരമയുടെ ദിവസം രവി പറഞ്ഞില്ലേ, കോളേജിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് പോന്നതിന് ശേഷം ഗെറ്റ് ഔട്ട് കിട്ടിയ രണ്ടുപേരാണ് ഞാനും ആർക്കെങ്കിലും എന്നൊക്കെ. ആ ഗെറ്റ് ഔട്ടുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അതാണ് ലക്ഷ്മണ സാർ ഉദ്ദേശിച്ചത്. വേണം എനിക്ക് ഊഹിക്കാൻ. എനിക്ക് എഞ്ചിനീയറിംഗ് കോളേജിലെ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ ലക്ഷ്മണ സാറിൽ കൂടെയാണ് പറഞ്ഞു കിട്ടുന്നത്. അങ്ങനെയാണ് രവിയും എങ്ങനെ ക്ലാസ്മേറ്റ്സ് ആയി എന്നൊക്കെയുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. പാവൻ രവി പോട്ടെ. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. കൊച്ചി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനായിട്ട് ഒരവസരം നമ്മെ സമീപിച്ചതെന്ന് എൻ്റെ അറിവ്. നമ്മൾ നിരസിച്ചുകൊണ്ട് അന്ന് മത്സരിച്ചിട്ട് ജീവിക്കുമെന്നുള്ള ഒരു ഉറപ്പും ഉണ്ടായിരുന്നു. അത് നിരസിച്ചുകൊണ്ട് അത് നിരസിക്കാനുള്ള കാരണം എന്തായിരുന്നു? കൃഷ്ണൻ രവിയുടെ സീനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ രവിയുടെ അധ്യാപകനായിരുന്നു. പിന്നെ അങ്ങനെ പലതുണ്ട്. നമ്മൾ ഹോസ്റ്റൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കോൺട്രാക്ട് ബസ് അവസാനിപ്പിച്ചതും അത് കഴിഞ്ഞ് PSC പോയിന്റുണ്ടായിട്ടുള്ള കുക്കുമാരുടെ അവിടുത്തെ കളികളൊക്കെ കണ്ടുപിടിച്ചതും അവരെ ഒന്ന് കൈകാര്യം ചെയ്തതനുസരിച്ച് അവർ സമരം ചെയ്തതായിട്ടൊരു സംഗതി ഞാൻ അവർ കണ്ടിട്ട് പറയാം. ഇവർക്ക് ആർക്കും അറിയാൻ പാടില്ല. അന്ന് രവിയുടെ അച്ഛൻ ഇവർ സമരം വന്നപ്പോൾ നമ്മുടെ KS രാമകൃഷ്ണൻ നമ്മുടെ സെക്രട്ടറിയായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് നമ്മുടെ രവി അതൊന്നും ചെയ്യില്ല, വെറുതെ ഒന്നും തല്ലാൻ ഓങ്ങി എന്നല്ലാണ്ടൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അച്ഛനൊന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഞാൻ ഓർക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് വിവരിക്കാം. അത് നല്ലതെന്ന് വെച്ചാൽ കാര്യം വെച്ചിട്ട് ഞാൻ പറയുന്നതൊക്കെ ഭംഗിയിട്ടാണ് ഞാൻ പറയുന്നത്. കുമാരസംഭവം എന്ന് വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഹോസ്റ്റലിൽ നടന്നുകൊണ്ടിരുന്നത് വാസ്തവത്തിൽ വളരെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയായിരുന്നു. വിദ്യാർത്ഥികളെ എങ്ങനെ ചൂഷണം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അതിൽ അധ്യാപകർ പങ്കാളികളായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഓർക്കുകയാണ്.
ഈ മെസ്സ് നടത്തിപ്പ് മുഴുവൻ വാർഡന്റെയും ഒക്കെ ചുമതലയിലായിരുന്നു. അവരെ ഏൽപ്പിക്കുന്ന ആളുകളായിരുന്നു ഈ മെസ്സ് നടത്തിയിരുന്നത്. അപ്പൊ അവര് ഈ കുക്കുകളെ എല്ലാം ഇത് ചെയ്തിട്ട് ആ ചീഫ് കുക്ക് കുമാരനെ കയ്യിലെടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്കുള്ള ഭക്ഷണങ്ങൾ പോലും ഈ കുട്ടികളുടെ ചെലവിൽ നടത്തിയിരുന്നതായിരുന്നു. അതിനെതിരെയാണ് പ്രതികരിക്കാൻ കുട്ടികളെല്ലാവരും കൂടെ തയ്യാറായത്. ഈ പ്രതികരണം വന്ന് അത് ശക്തിയായിട്ട് വന്നപ്പോഴാണ് അതിനെതിരെ ഉള്ള ഒരു ശ്രമം എന്നുള്ള നിലയിൽ അന്ന് രവി ഹോസ്റ്റൽ സെക്രട്ടറിയാണ്, ഞാൻ മെസ് സെക്രട്ടറിയാണ്. അപ്പോൾ മെസ്സിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ കുമാരന്റെ നേതൃത്വത്തിലുള്ള കുക്കുകൾ കടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അതിനെതിരെയുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം പിടിക്കണമെന്ന് എന്ന് തീരുമാനിക്കുക. ഞാനും രവിയും അഷ്റഫ്, ജോഷി ഇവരെല്ലാവരും കൂടെ ഇത് പിടിക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഒരു 50 കട്ട്ലറ്റുമായിട്ട് കുമാരൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സ്ഥലത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. മെസ് സെക്രട്ടറി എന്നുള്ളതിൽ ഞാനത് തടയുന്നു, കൊണ്ടുവരുന്നുള്ളതിൽ തടയുമ്പോൾ ചട്ടുകമെടുത്ത് കുമാരൻ എന്നെ അടിക്കാൻ വരും. രവിക്ക് ഈ നമ്മളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള രവിയുടെ അന്ന് മുതലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. രവി നേരെ ഒരൊറ്റ ചവിട്ടാണ്, തെറിച്ച് വീഴാണ് കുമാരൻ. തെറിച്ച് വീണ് ചട്ടവും കട്ട്ലറ്റുകളൊക്കെ ഇങ്ങനെ വിതറിപ്പോകുന്നു. അതിനെ തുടർന്നാണ് കുക്കുകളുടെ സമരം അവിടെ ഉണ്ടാക്കിയത്. ആ സമരം വെക്കുകയും ഒക്കെ ചെയ്ത് അതിനെ തുടർന്നാണ് എനിക്കും രവിക്കും എതിരെ സസ്പെൻഷൻ ചെയ്യാതിരിക്കാൻ കാരണം ചോദിച്ചുകൊണ്ടുള്ള വാർഡന്റെ കത്ത് വരുന്നത്. പക്ഷെ ഞങ്ങളത് സംരക്ഷിച്ചത് സത്യം ഞങ്ങളുടെ ഭാഗത്താണെന്ന് അറിയാവുന്ന അന്നത്തെ അസിസ്റ്റന്റ് വാർഡൻ അബ്ദുൽ ഖാദർ സാറായിരുന്നു. അദ്ദേഹമാണ് വാർഡൻ ഞങ്ങൾക്ക് തന്ന ഈ ഇതിന്റെ ലെറ്ററിന് എക്സ്പ്ലനേഷന് മറുപടി എഴുതിയത് പോലും അദ്ദേഹമായിരുന്നു. അങ്ങനെയാണ് ആ സസ്പെൻഷനിൽ നിന്ന് തൽക്കാലം ഞങ്ങൾ ഒഴിവായി പോകുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ വാശി അന്ന് ആ എല്ലാവരുടെയും വാശി കൂടുകയും ഇത് നിർത്തിയിട്ടേ ഉള്ളൂ എന്നുള്ള മട്ടിൽ നമ്മൾ ചെയ്യും. അങ്ങനെ അന്ന് CH മുഖവയ്യാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നാട്ടിക MLA ആയിരുന്ന TK കൃഷ്ണനെ കൂടെ കൂട്ടിക്കൊണ്ട് ഞാനും രവിയും ചെറിയാനും കൂടെ തിരുവനന്തപുരത്ത് പോയിട്ട് അന്ന് ഉണ്ടാക്കി എടുത്ത ഓർഡറാണ് ഡിവൈഡിങ് സിസ്റ്റമായിട്ട്, കുട്ടികളുടെ ഡിവൈഡിങ് സിസ്റ്റം മാത്രമായിട്ട് ഏകദേശം അതിനുശേഷം ആദ്യമുണ്ടായിരുന്നതിന്റെ ഒരു 60% മാത്രമായി മെസ് യൂസ് മാറുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇന്നത്തെ കുട്ടികളൊക്കെ ആ കൊള്ളുന്ന തണല് അന്ന് ആ യുദ്ധം ചെയ്തതിന്റെ ഫലമായിട്ടുണ്ടായ ആ വെയിലത്ത് ഞങ്ങൾ നിന്നതിന്റെ ഉണ്ടായത് ഫലമാണെന്നുള്ള ഒരു സന്തോഷം ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ് വൈരസ്. ഇതാണ് അച്ഛൻ വരുന്നത് വിവരം കിട്ടിയിരിക്കും. വിവരം കിട്ടിയപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പതുക്കെ മാറി നേരെ വാർഡിന്റെ റെസിഡൻറ്റിയെന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ അടിച്ച് ചുമ്മാ നോക്കിന്ന് അടിക്കാൻ നോക്കുക എന്തുണ്ടായി അത്രയും നല്ല അതിന്റെ കഴിഞ്ഞ അച്ഛൻ മടങ്ങിപ്പോൾ പറഞ്ഞു. അച്ഛൻ സന്തോഷമായിട്ട് മടങ്ങിപ്പോയി. അന്ന് സ്റ്റാഫ് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് മാറ്റങ്ങൾ പറഞ്ഞ് കൊണ്ടുവന്ന ആൾക്കാരാണ് എല്ലാവരും. അതുകൊണ്ടാണ് കുറേ അധികം സംഗതി ചെയ്യാൻ പറ്റുന്നത്, ഇൻക്ലൂഡിങ് ലേഡീസ് ഹോസ്റ്റൽ. ആരോട് ആദ്യം നന്ദി പറയുമെന്ന് എനിക്കറിയില്ല. ഈ വൈകിയ വേളയിൽ നന്ദി പറയാൻ എല്ലാവരോടുമാണ് നന്ദി പറയാനുള്ളത്. ഈ വന്ന ഈ പ്രോഗ്രാം എത്ര ഭംഗിയാക്കി തീർച്ചയായിട്ടും ഈ ഭംഗിയാകണമെങ്കിൽ സാക്ഷാൽ നമ്മുടെ രവിയേട്ടനുണ്ടാവണം. രവിയേട്ടനോട് വന്നതുകൊണ്ട് രവിയേട്ടനെ ആദ്യം ഹാറ്റ്സ് ഓഫ് ടു രവിയേട്ടൻ. രവിയേട്ടനെ ഈ തിരക്കുകളുടെയെല്ലാം നമ്മുടെ കൂടെ നമ്മളൊപ്പം ഈ സന്തോഷം പങ്കുവയ്ക്കുന്നതിനായിട്ട് എത്തിയത് രവിയേട്ടൻ പ്രത്യേകം പറയും. പിന്നെ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ പേര് പറയണം. വിശ്വസാറിന്റെ പേര് പറയണം, വിശ്വസാറിന്റെ പേര് പറയണം, ഓരോരുത്തരുടെ പേര് ഞാൻ പറഞ്ഞു. അത്രയധികം പേര് 60-65 ആ പേര് പറയാനായിട്ട് എന്നെ കൊണ്ട് ആവുന്നില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ കുറച്ചുപേരെ ഗസ്റ്റുകളായിട്ടുള്ള കുറച്ചുപേരെ മാത്രം എന്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പറയുകയാണ്. ഒന്ന് നമ്മുടെ എക്സ്ട്രോപ്സിന്റെ സുബ്രഹ്മണ്യൻ സാറും ടീമും എന്ന് മാത്രം പറഞ്ഞത് ലഭിക്കുന്നു. അവരെ പ്രത്യേകം ചക്ര സാറ്, സാറ്,
വിക്ടർ മഞ്ഞില, ഇവിടെ പ്രിയങ്കര തൃശ്ശൂർ കലാകാരമായ വിക്ടർ മഞ്ഞില അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അദ്ദേഹം സൈലന്റായിട്ട് അവിടെ ഇരുന്നതിലും അതിനോടൊപ്പം തന്നെ ഹോക്കിയുടെ ഉസ്താദം നമ്മളെല്ലാം കൂട്ടാളിയുമായ ആട്ടോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആട്ടോക്കാരൻ നന്ദി പറയുന്നു. അലക്സാണ്ടർ സാർ നമ്മുടെ എല്ലാവർക്കും സ്ഥിരം നമ്മുടെ ക്ഷണിതാവാണ് അദ്ദേഹം. നമ്മുടെ കൂട്ടത്തിൽ പോയി നാളെ ഏത് ബാച്ചാണ് അലക്സാണ്ടർ സാർ എന്ന് പറഞ്ഞു ചോദിക്കും. ദീപികയുടെ പ്രധാനവും അതിന്റെ മുഖ്യമായിരുന്നു അലക്സാണ്ടർ സാർ. അഡ്വക്കേറ്റ് ശശിയും അഡ്വക്കേറ്റ് രാമകുട്ടിയും അതുകൊണ്ട് എത്തിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഗ്രീൻ ബുക്സിലെ നരേന്ദ്രൻ, നമ്മുടെ 3-4 പുസ്തകം പബ്ലിഷ് ചെയ്ത ഗ്രീൻ ബുക്സിലെ നരേന്ദ്രൻ അദ്ദേഹത്തോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇനി പറയാൻ വിട്ടുപോയ എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം എത്ര ഭംഗിയാക്കി നന്നാക്കി തീർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അറിയിപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പലരുടെയും ഡീറ്റെയിൽസ് അവിടെ രജിസ്ട്രേഷൻ കൗണ്ടിൽ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അതിന്റെ ഫ്യൂച്ചർ നമ്മൾ പ്രോഗ്രാംസിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തതിന് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ട്രഷറർ സ്വീകരിക്കുന്നതുകൊണ്ട് അവസരത്തിലുള്ള സുഖകരം സുന്ദരനും സുശീലമായ ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. അത് കൊടുക്കാതെ പോകരുത് എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ. നന്ദി, നമസ്കാരം.